എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നിപ്പോൾ ഞാൻ കലവറയിലാണ്. കാരണം ഓണായി മക്കളെ, 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഞ്ചമ്പുളി ഉണ്ടാക്കണം. അതിനുള്ള പുളിയാട്ടോ ഇത്. ഇഞ്ചമ്പുളിക്കുള്ള പുളി, കറുത്ത പുളി തന്നെ വേണം. അപ്പോൾ അത് ഞാൻ 2-3 കൊല്ലമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കുരുവൊന്നും ഇല്ലാണ്ട് ഉപ്പ് പുരട്ടി ഉണക്കി എടുത്ത് വെച്ചാൽ 2-3 വർഷം നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഇഞ്ചമ്പുളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠതയാണ്. അവിടെ ദേവിയുടെ പ്രതിഷ്ഠേനത്തിനും ഓണത്തിനും മാത്രമേ ഇഞ്ചമ്പുളി. എൻ്റെ അമ്മയ്ക്ക് ഇഞ്ചമ്പുളി എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അതെൻ്റെ അമ്മയ്ക്ക് വേണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കും. പിന്നെ വേണ്ടത് നമുക്ക് കാളം കുറുക്കണം. ഓണമല്ലേ, കാളം കുറുക്കണം. അതിന് ചേന ഇട്ടിട്ടാണ് ഞാൻ കാളം കുറുക്കണം. ചിലവർ നേന്ത്രക്കായ ഇടും. പിന്നെ ഇത് 4 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നെങ്ങണമൊക്കെ ഉണ്ട്, പറഞ്ഞ് കാച്ചു കൊടുത്ത് മേടിച്ചതാണ്. മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അത് അച്ചാറുണ്ടാക്കണം. ഈ 3 കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് തിരുവോണം ദിവസം രാവിലെ തൊട്ട് പൊരുത്തണം. കാരണം ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പെങ്ങന്മാരൊക്കെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടിട്ടാണ് വരിക. ഇവിടെ ഞാൻ തറവാടല്ലേ, അപ്പോൾ ഞാൻ നോക്കണ്ട എല്ലാ കാര്യം. ബാക്കിയുള്ള വിശേഷത്തെ നമുക്ക് കാണാം. വരി. കാനനമകയലന്നേ രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണാം. എനിക്ക് റെഡിമെയ്ഡ് മേടിക്കുന്നതിലൊന്നും വലിയ ഇഷ്ടമില്ല. നമ്മൾ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്, അങ്ങനെ കുടുംബത്തിലുണ്ടാക്കിയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആവുന്ന കാലത്തോളം അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പെങ്ങന്മാർ, എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉള്ള കാലം അവരാണ് നോക്കിയിരുന്നത് ഈ ഓണം. ഇതുപോലെ തന്നെ കുടുംബത്താണ് എല്ലാം ചെയ്യുക. അതിന് ശേഷം പിന്നെ അമ്മ, എൻ്റെ പെങ്ങന്മാർ, ഞാൻ അടക്കം, ഞാൻ കുട്ടിയാണ്, അവരൊക്കെ കൂടി ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെങ്ങന്മാരൊക്കെ വിവാഹം കഴിഞ്ഞ് പോയി. പിന്നെ അവരുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് ഉണ്ടിട്ടാണ് നമ്മളോടേക്ക് വരിക. നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വരും എന്ന് കരുതണം. കാരണം ഇത് തറവാടാണല്ലോ. അപ്പം അവർ വരുമ്പോൾ പട്ടിണി ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ ആരുമില്ല സഹായത്തിന്. അമ്മ ഞാനും കൂടി ചെയ്തിരുന്നു. ഇപ്പം അമ്മയ്ക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. നടക്കണുണ്ട്, എല്ലാ കാര്യമുണ്ട്, പക്ഷേ ഓർമ്മയില്ല ആൾക്ക്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യവും തിരുവോണത്തിന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചമ്പുളി ഇതേ ചട്ടിയിൽ അടുപ്പത്ത് കയറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. വെല്ലം, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് കടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഉപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പുളി വെച്ചിരിക്കണം. എന്തോരം ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചമ്പുളിയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ ചേന, കാളനുള്ള ചേന, ഇത് അടുപ്പത്ത് കയറ്റണം. അത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് തേങ്ങ, ജീരകം, പച്ചമുളക് അരച്ചൊഴിച്ച് അത് നന്നായി വെന്ത് കഴിയുമ്പോൾ തൈര് മിക്സിയിലൊന്നടിച്ച് മോരാക്കി അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഒരു തിള വരുമ്പോൾ ഇറക്കി വയ്ക്കുക. അതും കഴിഞ്ഞു. പിന്നെ അച്ചാർ ഓക്കെ ആയി. ഇതൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വിനാഗിരിയും ഇത്തിരി നല്ലെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അച്ചാറായി. എല്ലാവരും ഓണത്തിന് വടുകപ്പുളിയാണ് ഇടുക. എനിക്ക് വടുകപ്പുളി ഇഷ്ടമല്ല. അത് കാരണം ഞാൻ വടുകപ്പുളി ഉപയോഗിക്കാത്തത്. ഇനി നമുക്ക് വറുത്തിടാം. അപ്പോൾ ഇനി നമ്മൾ കറികളൊക്കെയും വറുത്തിടാൻ പോവാണ്. ഇതാണ് നമ്മുടെ കാളം കുറുക്കി ഇഞ്ചമ്പുളി വറുത്തിട്ട് എണ്ണ റെഡിയായിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇഞ്ചമ്പുളിയുടെ വറവിടാം.
എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾക്ക് വേറെ പണി വലുതും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, എന്താ പറയുക. ഇനി നമുക്ക് കാളം വറുത്തിടും പുലി പെരുന്നട്ട കുറച്ചുലുവ നല്ലതാണ് കായം. കാളന് വറുത്തിടുമ്പോഴേ ഉലുവ വേണം. ഇവിടെ ഈ അമ്മയും അമ്മൂമ്മയൊക്കെ അവിടെ ജോലി എടുക്കുന്നുണ്ട്. അവർ സംസാരിക്കും. അവർക്ക് ഈ വീഡിയോയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് അവരിങ്ങോട്ട് സംസാരിക്കും. ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കതൊന്നും മനസ്സിലാവില്ല. എന്ത് വീഡിയോ എന്നൊക്കെ അവർക്ക് തോന്നുന്നു. എന്താ തൈരെടുത്ത് കുടിച്ചോ? അല്ലാണ്ട് ഞാൻ എന്താ പറയുക, ഒന്നും പറയാൻ എനിക്ക് വയ്യ. തൈരെടുത്ത് കുടിക്കാല്ലേ, ഞാൻ അതാ കുടിക്കട്ടെ. ഒരു സാധനം കളയില്ല. അപ്പോൾ അതാ മിക്സിയിൽ കുറച്ച് തൈര് ഞാൻ അടിച്ചു. ഈ മിക്സിയിൽ അടിച്ചിട്ട് ഇവിടെ പകർച്ച കഴുകാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ അടിച്ചെടുക്കാണ്ട് എന്താ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? വേണ്ട വേണ്ട, കളയണ്ട. ഇങ്ങനെ കളയണം. ഒരു സാധനം കളയരുത്. പാത്രം കഴുകണ പാത്രത്തിലുള്ളത് പോലും കളയരുത്. ഒക്കെ തുടച്ചെടുത്തോളെ. ഇവിടെ ഒന്നുമില്ലല്ലോ കഴിക്കാനും കുടിക്കാനും. അവിടെ പോയിട്ടിട്ട് കണ്ടോ. ഇതാണ് ഈ സാധനം. കുമ്പിട്ട് നിൽക്കണം കണ്ടോ? ഇതാണ് ഒരാൾ വന്ന് കാര്യം അന്വേഷിക്കാൻ വന്നിക്കുക. എന്താണ് ഏതാണ് ഒരു കൈ കൊണ്ട് നമ്മൾ ഈ മൊബൈൽ പിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യണം. അതൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ശരി മക്കളെങ്കിൽ നമുക്ക് കാണാം.